ശ്രീ മുരളി കോട്ടയ്ക്കകം. ഓക്കെ, ABC-യിലേക്ക് സ്വാഗതം. സ്വാഗതം. നമസ്തേ. ഈ കേരളം മോഹൻലാലിനെ ആദരിക്കുകയാണ്. അതെ, എല്ലാ മലയാളികൾക്കും ഏറെ അഭിമാനിക്കാൻ വകയുണ്ട്. അതെ. ഈ അവസരത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത്, താങ്കളും മോഹൻലാലുമായിട്ട് വലിയ സൗഹൃദമാണ്, നിങ്ങളുടെ സഹപാഠികളാണ്. എപ്പോഴും നമുക്ക് ഈ പ്രശസ്തിയുടെ ഔന്നത്യങ്ങളിലേക്ക് കയറി പോകുമ്പോൾ അവരുടെ പഴയ കാലങ്ങളെക്കുറിച്ച് അറിയാനാണ് പലർക്കും താല്പര്യം. മോഹൻലാലിനെ കുറിച്ചും കോളേജ് കാലത്തെ കുറേ അനുഭവങ്ങൾ താങ്കൾക്ക് അറിയാം. ഉണ്ട്, തീർച്ചയായിട്ടും. അത് ABC-ക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാമല്ലോ? പറയാം, തീർച്ചയായിട്ടും പറയാം. അതായത് ആദ്യം ഞാനൊരു കാര്യം തിരുത്താൻ ആഗ്രഹിക്കുന്നു. ഞാനും ലാലേട്ടനും ഒരുമിച്ച് പഠിച്ചതല്ല. ഒരേ കാലയളവിൽ ഒരേ കോഴ്സ് ഒരേ കോളേജിൽ. അതായത് ഞാൻ പ്രീ ഡിഗ്രി 4th ഗ്രൂപ്പ് കോമേഴ്സിന് പഠിക്കുമ്പോൾ മോഹൻലാൽ BCom. അപ്പോൾ എൻ്റെ ഒരു 2-3 കൊല്ലത്തെ പ്രീ ഡിഗ്രി. അതെ, പ്രീ ഡിഗ്രി കാലഘട്ടം. എൻ്റെ 2-3 കൊല്ലത്തെ സീനിയറാണ്. 3 കൊല്ലം സീനിയറാണല്ലേ? 2 or 3, അതിലൊരു അവ്യക്തതയുണ്ട്. അപ്പം ഞാൻ പഠിച്ചതൊക്കെ സാധാരണ സർക്കാർ സ്കൂളിലാണ്, കരമന ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂൾ. അവിടെ പഠിച്ചിട്ട് നേരെ MG കോളേജിൽ ഫസ്റ്റ് ഇയർ പ്രീ ഡിഗ്രി 4th ഗ്രൂപ്പിന് അഡ്മിഷൻ കിട്ടി വന്നു. അപ്പോൾ ഏതോ ഒരു ലോകത്ത് വന്ന ഒരു പ്രതീതിയാണ്. നമ്മൾ ഒരു ചെറിയ സ്കൂളിൽ നിന്ന് ഒരു വലിയ ലോകത്തേക്ക് വന്നപ്പോഴേ, അപ്പോൾ നമ്മൾ ഞാൻ കൂടുതലും സീനിയേഴ്സിനെ കുറിച്ച് അറിയാനും ആഗ്രഹിക്കാനും വാച്ച് ചെയ്യാനുമാണ് ശ്രമിച്ചത്. അപ്പോൾ ഒത്തിരി പേരുണ്ട്, ചിലർ കലാരംഗത്ത്, ചിലർ കായിക രംഗത്ത്, ചിലർ രാഷ്ട്രീയ രംഗത്ത്. അങ്ങനെ ആ കോളേജിൽ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി പലരും പല കോണിൽ. അപ്പോഴാണ് ഞാൻ ലാലേട്ടനെ ശ്രദ്ധിക്കുന്നത്. അദ്ദേഹം ഇന്നത്തെ ആ സുന്ദരമായ മുഖമൊന്നും അല്ല, ഒരു പഴയ മുഖം അറിയാമല്ലോ. തിരനോട്ടത്തിലും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലും ഒക്കെ വന്നപ്പോൾ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ അത് തന്നെ ആദ്യത്തെ തിരനോട്ടമാണ്. അതേ മുഖം തന്നെയാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. പിന്നെ ക്രമേണയാണ് അദ്ദേഹത്തിന് രൂപഭാവ മാറ്റം ഉണ്ടായത്. നെഞ്ച് കാണത്തക്ക രീതിയിൽ ഈ ഷർട്ടിന്റെ ബട്ടൺസുകൾ 2-3 അഴിച്ചിടും. അന്നത്തെ ഫാഷനായി. അതെ. അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ അന്ന് ഷോലായി സിനിമ ഇറങ്ങിയ സമയമാണ്. അതിലെ അംജദ് ഖാനെ ലാലേട്ടൻ അനുകരിക്കുന്നത് ഞാൻ കണ്ടു. അതായത് അവിടെ വിജയനാഥിന് അറിയാമല്ലോ, അവിടെ ഒരു ലേഡീസിൻ്റെ വെയിറ്റിംഗ് ഷെഡ് ഉണ്ട്. പിന്നെ താഴെയാണ് BCom ഡിപ്പാർട്ട്മെൻറ്റ്, കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു സെപ്പറേറ്റ് ബിൽഡിംഗ് ആണ്. അതിനെ കൊച്ചു കോളേജ് എന്നും മുട്ടട കോളേജ് എന്നും ഒക്കെ പറയാറുണ്ട്. അപ്പോൾ അവിടെ ആ മരമൂട്ടിൽ നിന്നുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും പെൺകുട്ടികളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ഓരോ കോപ്രായങ്ങൾ കാണിക്കാറുണ്ട്. പക്ഷെ ലാലേട്ടൻ ചെയ്തത് ഈ ഷോലായ് സിനിമയിലെ അംജദ് ഖാനെ അനുകരിച്ചുകൊണ്ട് അവിടെ, അതായത് അല്ല, ഷോലായ് സിനിമ ഓർമ്മ വരുമ്പോൾ അറിയാൻ പറ്റും, 3 പേരെ നിരത്തി നിർത്തും. എന്നിട്ട് വേ ദോഹെ തുമാരെ തീൻ ഹെ എന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗുണ്ട്. എന്നിട്ട് 3 പേരെ ഇങ്ങനെ വെടിവെച്ച് കൊല്ലുന്ന ഒരു സീനുണ്ട്. അത് നന്നായിട്ട് ഇങ്ങനെ അഭിനയിച്ച് കാണിക്കും, ഒരു തോളൊരുവശം ചരിച്ച്. പിന്നെ അന്ന് MG കോളേജിലെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ SFI KSU, ABVP അന്നില്ല. ABVP-യുമായിട്ട് ഏറ്റവും കൂടുതൽ കലഹം നടന്നിട്ടുള്ളതും MG കോളേജിലാണ്. അതെ. ABVP അന്ന് ആയിട്ടില്ല. അതിലെ SFIയുടെ ഈ ജാഥകളിൽ ഏറ്റവും പുറകിലായിട്ട് തോളൊരുവശം ചരിച്ച് വരുന്ന ലാലേട്ടൻ്റെ ആ മുഖം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എന്നിട്ട് കോളേജ് നാടകങ്ങളിലൊക്കെ പുള്ളി അഭിനയിക്കുമായിരുന്നു. ഒരു തവണ ബെസ്റ്റ് ആക്ടർ കിട്ടി. അപ്പം ഞാൻ ലാലേട്ടനായിട്ട് പഠിക്കുന്ന കാലത്ത് നല്ല പരിചയമായിരുന്നു. പിന്നെ പുള്ളി വലിയ നടനായല്ലോ. അപ്പോൾ പിന്നെ പുള്ളിയെ നമുക്ക് അടുക്കാൻ പറ്റാത്ത രീതിയിൽ ഉയർന്നു അദ്ദേഹം. അത് നല്ലതാണ്. MG കോളേജിൽ അങ്ങനെ ഒരാളുണ്ടെന്ന് പറയാൻ. ഇപ്പം തന്നെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടി. അതൊരു വലിയൊരു നേട്ടമാണ്. സിനിമാ രംഗത്ത് കിട്ടുന്ന പരമോന്നത ബഹുമതിയാണ്. അത് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് അടൂർ ഗോപാലകൃഷ്ണൻ സാറ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ലാലേട്ടനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പുള്ളി ഇങ്ങനെ എന്താ പറയുക, പിന്നെ ഓരോ സിനിമ ഷൂട്ടിംഗ് നടക്കുമ്പോഴും ഞാൻ പോയി പരിചയപ്പെടും. ലാലേട്ട എന്നെ ഓർമ്മയുണ്ടോ? ഇല്ല, ഈ കോളേജ് പഠിക്കുന്ന കാലത്ത് കൃത്യമായിട്ടൊന്നും കോളേജ് വരാറില്ലായിരുന്നു. കൃത്യമായിട്ട് വരാറില്ല എന്ന് മാത്രവുമല്ല, MG കോളേജിലൊരു അറിയപ്പെടുന്ന പ്രൊഫസർ ഉണ്ടായിരുന്നു, അപ്പുക്കുട്ടൻ നായർ സാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇന്ത്യൻ ആർമിയിൽ ജോലി കിട്ടിയിട്ട് അവിടുന്ന് അത് രാജിവെച്ച് MG കോളേജിലെ പ്രൊഫസറുടെ ആയിട്ട് വന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിങ്ങും എപ്പോഴും നല്ല ക്ലീൻ ഷേവാണ്. അപ്പം മുഖം വള്ളത്തിൻ്റെ ഷേപ്പിൽ വെച്ചേക്കും. അപ്പോൾ ലാലേട്ടനും ഒക്കെ ചെന്ന് മേളിൽ നിന്നിട്ട് വള്ളം എന്നിങ്ങനെ വട്ടപ്പേര് വിളിക്കുന്ന ഒരു ഇതാണ്, ക്ലാസ്സിൽ കയറാതെ. പിൽക്കാലത്ത് ആ വിളി കേൾക്കുമ്പോൾ നമുക്കിപ്പോൾ ചില സിനിമകളിൽ ഇങ്ങനെ അതെ ഒരു വിളിയുണ്ടല്ലോ, മറ്റേ മണിച്ചിത്രത്താഴ് അല്ലേ, കിണ്ടി എന്ന് പറയുന്ന ഒരു വിളി, കിണ്ടി. അപ്പം ഇനി പിൽക്കാലത്ത് നടന്നൊരു സംഭവം പറയാം. അപ്പുക്കുട്ടൻ നായർ സാറ് സുഖമില്ലാണ്ടായി.
അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എല്ലാ അധ്യാപകരുടെയും വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് സന്ദർശനം നടത്തുന്ന ആളാണ്. അധ്യാപകരാണ് എൻ്റെ ഭാവിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ അപ്പുകുട്ടൻ നായർ സാറിൻ്റെ വീട്ടിലും പോകും. അപ്പം ഞാൻ ലാലേട്ടനെ കുറിച്ച് പറയും, ഓ അതൊക്കെ ഒരു കാലം, പുള്ളി അത് ആസ്വദിച്ചു എന്നുള്ളതാണ്. പുള്ളിയെ വട്ടപ്പേര് വിളിച്ചെങ്കിലും പുള്ളി അത് ആസ്വദിച്ചു. പുള്ളി മോഹൻലാലിനെ കണ്ടാക്കൊള്ളാം എന്നൊക്കെ ഒരു ആഗ്രഹം പറഞ്ഞു. അപ്പം ഞാൻ ലാലേട്ടനെ വിളിച്ചറിയിച്ചു, പുള്ളിയുടെ ബിസി ഷെഡ്യൂൾ കാരണം പുള്ളിക്ക് വരാൻ പറ്റില്ല, പുള്ളി മരിച്ചു പോവുകയും ചെയ്തു അദ്ദേഹം. അപ്പോൾ ഓരോ ഷൂട്ടിംഗ് സെറ്റിലും ഞാൻ അദ്ദേഹത്തിനെ കാണും. ഇപ്പോൾ കിരീടത്തിൻ്റെ സെറ്റ്, ഇങ്ങനെ പലയിടം തിരുവനന്തപുരത്ത് ഷൂട്ടിംഗ് നടക്കുന്നിടത്തൊക്കെ ഞാൻ പോയി പരിചയം പുതുക്കാറുണ്ട്. പക്ഷേ എന്നിട്ടും ഒരു 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 എന്താ അടുപ്പം വരുന്നില്ല. അപ്പം ഞാൻ ദേവസ്വം ബോർഡിൻ്റെ ശബരിമലയുടെ PRO ആയിരുന്നപ്പോൾ ലാലേട്ടൻ ശബരിമല ദർശനത്തിന് വന്നു. കൂടെ പുള്ളിയുടെ ഓഡിറ്റർ സനൽകുമാറുണ്ട്, പേഴ്സണൽ മേക്കപ്പ് മാൻ ലിജു ഉണ്ട്. അപ്പം ഞാൻ അവിടെ വച്ച് പുള്ളിയെ, സാധാരണ ശബരിമലയിൽ ഏത് VIP വന്നാലും PRO കൂടെ കാണുമല്ലോ, കൊണ്ട് നടന്ന് തൊഴിച്ചിട്ട് ശബരിമല മുതൽ പമ്പ വരെ ഇങ്ങനെ സംസാരിച്ചു പോകുന്നു. അന്ന് കൂടുതൽ അടുപ്പമായി. അപ്പം ഞാൻ ഈ ലാലേട്ടൻ കാണിച്ച ആ അംജദ് ഖാൻ്റെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു, കൂട്ടത്തിൽ നാടകം അഭിനയിച്ചത് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഉടനെ എന്നോട് ചോദിച്ചു, മുരളി എനിക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടിയ ഫോട്ടോ വന്ന മാഗസീൻ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഉണ്ട്, എന്നാൽ എനിക്കൊന്ന് തരണം, എനിക്ക് എങ്ങനെയെങ്കിലും എത്തിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വീട്ടിൽ ചെന്നിട്ട് ആ മാഗസീൻ നോക്കുമ്പോൾ വീട്ടിലില്ല. ഇടയ്ക്ക് ഞാൻ എൻ്റെ വീടൊന്ന് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഇൻ ട്രാൻസിറ്റ് എവിടെയോ പോയതാണ്. അപ്പോൾ ഇടയ്ക്ക് ഓഡിറ്റർ സനൽകുമാർ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, മുരളി ആ മാഗസീൻ അവിടെ ലാലിങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിലില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ പറയാൻ പോകുന്നത്? ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ലാലേട്ട ആവശ്യപ്പെട്ടതിന് ശേഷം അത് അന്വേഷിച്ചപ്പോൾ അത് കാണുന്നില്ല, അതുകൊണ്ട് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും, അത് നിങ്ങൾ എങ്ങനെയെങ്കിലും അത് ശരിയാക്കി കൊടുക്കണം. അപ്പം ഞാൻ ഈ കാണുന്നവരോടൊക്കെ എൻ്റെ ക്ലാസ്സിൽ പഠിച്ച എല്ലാവരോടും ചോദിച്ചു, എൻ്റെ സീനിയറായിട്ട് പഠിച്ച പലരോടും ചോദിച്ചു. ആരുടെ കയ്യിലും ഈ മാഗസീൻ ഇല്ല. ഞാൻ MG കോളേജിൽ ഇതിനു വേണ്ടി പോയി അവിടുത്തെ ലൈബ്രറി കയറി പ്യൂണിന് ചെറിയൊരു കൈമടക്കൊക്കെ കൊടുത്തു പഴയ മാഗസീനൊക്കെ എടുപ്പിച്ചപ്പോൾ ഈ കൺസേൺഡ് ഇയറിലെ മാഗസീൻ മാത്രമേ ഇല്ല, ബാക്കിയെല്ലാം ഉണ്ട്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഈ വീഡിയോ ആരെങ്കിലും കാണുകയാണെങ്കിൽ അന്നത്തെ ആരുടെയെങ്കിലും കൈവശം ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതെ അല്ല, പിന്നെ അത് നടന്നു, ആ സംഭവം പറയാം. അപ്പം ഞാൻ ശബരിമല ഡ്യൂട്ടിയിൽ ഇരിക്കുമ്പോൾ അവിടെയും എന്നെ അയ്യപ്പസ്വാമി അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. ഒന്ന് ലാലേട്ടനുമായിട്ടുള്ള സൗഹൃദം ഊട്ടിയുറപ്പിക്കാൻ എന്നെ സഹായിച്ചു. എൻ്റെ സീനിയറായിട്ട് പഠിച്ചിട്ട് ആർമിയിൽ ജോലി കിട്ടിപ്പോയൊരു പ്രമോദ് കുമാർ, അപ്പോൾ അദ്ദേഹം ശബരിമല എൻ്റെ ഓഫീസിൽ വന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ കോളേജ് ലൈഫിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. അറിയാമായിരിക്കും, പ്രമോദിനെ അറിയാമെന്ന് പറഞ്ഞൂടാ. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ലാലേട്ടൻ്റെ പടമുള്ള മാഗസീൻ ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു, എനിക്കൊന്ന് വേണം. മുരളിക്ക് നോക്കാനല്ലേ, തരാം. ഞാൻ പറഞ്ഞു, എനിക്ക് നോക്കാനല്ല, അത് ലാലേട്ടന് കൊടുക്കാനാണ്. എന്നാൽ തരത്തില്ല. അപ്പോൾ എൻ്റെ മുഖം വല്ലാതായി. അപ്പോൾ അയാൾ പറഞ്ഞു, മുരളി വേറൊന്നും കൊണ്ടല്ല പറഞ്ഞത്, വിഷമിക്കരുത്. ഒരു പേജിൽ മോഹൻലാൽ ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ്റെ ഫോട്ടോ, മറു പേജിൽ പ്രമോദ് കുമാർ NCC സീനിയർ അണ്ടർ ഓഫീസർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു നിധി പോലെ സൂക്ഷിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ തരില്ല എന്ന് പറഞ്ഞത്. പിന്നെ ശബരിമല ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഞാൻ പുള്ളിയുടെ വീട് തേടി പിടിച്ച് കുടപ്പനക്കുന്ന് പോയി ആ മാഗസീൻ വാങ്ങിച്ച് കംപ്ലീറ്റ് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് സ്പൈറൽ ബൈൻഡിങ് ഒക്കെ ചെയ്ത് ലാലേട്ടനെ വെളിപാടിൻ്റെ പുസ്തകം ഷൂട്ടിങ് സെൻറ്റ് സേവേഴ്സ് കോളേജിൽ നടക്കുമ്പോൾ അവിടെ കൊണ്ടു കൊടുത്തു. അപ്പോൾ പുള്ളിക്ക് വളരെ സന്തോഷമായി. അപ്പോൾ പോകാൻ നേരത്തെ എന്നോട് ചോദിച്ചു, മുരളി ഇത് ഫോട്ടോസ്റ്റാറ്റ് ആണെന്ന് തോന്നുന്നു, ഇതിൻ്റെ ഒറിജിനൽ കിട്ടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വീണ്ടും അന്വേഷണം തുടങ്ങി. അപ്പോൾ ഇക്കുറി ഞാൻ വനിതകളോടാണ് ചോദിച്ചത്. അപ്പോൾ ആരുടെ കയ്യിലും ഇല്ല. അപ്പോൾ ഞങ്ങൾ കോമേഴ്സിന് പഠിക്കുന്ന ആ വർഷം BSc മാത്സിന് പഠിച്ചു, അതായത് നടൻ സന്തോഷ് ഉണ്ടല്ലോ, നമ്മുടെ MG കോളേജ് പഠിച്ചു, സന്തോഷിൻ്റെ ക്ലാസ്സിൽ തടിയൻ സന്തോഷ് ചോദിച്ചു. അപ്പോൾ സന്തോഷിൻ്റെ ക്ലാസ്സിലുള്ള ഒരു വത്സല മോഹൻലാലുമായിട്ട് നല്ല സൗഹൃദമാണ്. പൂജപ്പുരയിൽ നിന്ന് പൂജപ്പുരയിൽ വത്സലയോട് ചോദിച്ചു. വത്സലയും ഞാനും മോഹൻലാലും ഒക്കെ KSRTCയുടെ ഒരേ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. സ്റ്റുഡൻസ് ഒൺലി ബസ്, തിരുമല നാലാഞ്ചിറ കരമന വഴി വരുന്ന ബസ്, പൂജപ്പുര വഴിയാണത് വരുന്നത്. അപ്പൊ ഞാൻ വത്സലയോട് ചോദിച്ചു. അപ്പൊ പറഞ്ഞുണ്ട്, അപ്പൊ എനിക്കൊന്ന് വേണം. ആ മുരളി എടുത്തോ എന്ന് പറഞ്ഞു. എന്നാൽ ചിലയിടത്ത് നമ്മുടെ അമിത സംഭാഷണം ദോഷം ചെയ്യും. അവിടെ വെച്ച് നിർത്തണ്ടേ, മുരളി എടുത്തോ എന്ന് പറഞ്ഞതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇത് എനിക്കല്ല, ലാലേട്ടന് കൊടുക്കാനാണ്. എന്നാൽ ഞാൻ തരത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ തോറ്റി. മുരളിക്ക് അറിയാമല്ലോ, പഠിക്കുന്ന കാലത്ത് ഞാനും ലാലേട്ടനും ഒക്കെ നല്ല സൗഹൃദമാണ്, ഇപ്പോൾ ഒരു ബന്ധവും ഇല്ല, അതുകൊണ്ട് ഞാൻ കൊടുക്കത്തില്ല എന്ന്. അല്ലെങ്കിൽ ലാലേട്ടൻ എന്നെ വിളിക്കണം. ഞാൻ പറഞ്ഞു, അതൊന്നും നടക്കത്തില്ല. അല്ല, മുരളി ഇനി ലാലേട്ടനെ കാണുമ്പോൾ മുരളിയുടെ ഫോണിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് ലാലേട്ടൻ്റെ അടുത്ത് കൊടുത്ത് എനിക്കൊന്ന് സംസാരിക്കണം, എന്നിട്ട് തരാമെന്ന്. ഞാൻ പറഞ്ഞു, അത് നടക്കൂല എന്ന് പറഞ്ഞിട്ട് ഗുഡ് ബൈ പറഞ്ഞു പോയി. പിന്നെ എപ്പോഴോ ഒരു കല്യാണത്തിന് കണ്ടപ്പോൾ ഈ വത്സല പറഞ്ഞു, മുരളി ആ മാഗസീൻ അലമാരയിൽ ഇരുന്ന് ചെതലെടുക്കാനൊക്കെ തുടങ്ങി,
അതുകൊണ്ട് മുരളി ഇനി എടുത്തോണ്ട് പോകുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് അല്ല ഇനി ചില കാര്യങ്ങൾ ചോദിച്ചോട്ടെ. ഈ മോഹൻലാല് ഇപ്പം മറ്റേ വത്സല ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്നു, അതിൽ നിന്ന് ഏതായാലും കിട്ടി. ഈ കോളേജ് പഠിക്കുന്ന കാലത്ത് മോഹൻലാലിനെ അങ്ങനെ ആ പഠനകാലത്തൊന്നും പെൺകുട്ടികളൊന്നും അത്ര ആരാധിച്ചിരുന്നോ? അങ്ങനെ അത്രത്തോളം പ്രേമമല്ലോ ഉണ്ടായിരുന്നോ? അങ്ങനെ ഉള്ളതായിട്ട് അറിഞ്ഞുകൂടാ. എന്നാൽ ലാലേട്ടൻ ഒരുമായിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. പ്രേമമായിട്ട് ആരോടെങ്കിലും ഉണ്ടോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് അദ്ദേഹത്തിനെ അറിയാം. അല്ല, എന്നാലും നമുക്ക് ക്യാമ്പസിൽ നമ്മൾ അങ്ങനെ പ്രകടമായിട്ടൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഈ മാഗസീൻ വത്സലയുടെ പൂജപ്പുര മുടവമ്മോൾ വീട്ടിൽ പോയി മേടിച്ച് ഒരു കടയിൽ കൊണ്ടുപോയി അതിൻ്റെ പൊടിയൊക്കെ മാറ്റി നന്നായിട്ട് ബൈൻഡ് ചെയ്ത് വില്ലനോ മിസ്റ്റർ ഫ്രോഡോ ഷൂട്ടിംഗ് നടക്കുമ്പോൾ തിരുവല്ലം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ വലിയ കാര്യമായിരുന്നു കൊടുത്ത്. അപ്പോൾ പുള്ളി അപ്പം തന്നെ ഷൂട്ടിംഗ് സെറ്റിൽ ആരോ കാണിക്കുന്നുണ്ട്, ഇത് ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടിയ ഫോട്ടോ ആണ്, ഇത് ഇദ്ദേഹമാണ്, മുരളിയാണ് എനിക്ക് കൊണ്ടു തന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ മാഗസീൻ കൈമാറി പോയി. ലൊക്കേഷനിലുള്ള തമിഴ് ഒരുപാട് ആൾക്കാർ കാണുമല്ലോ ലൊക്കേഷനിൽ, അവർ നമ്മ ലാൽ സാർ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ. ഇനി ഞാൻ ചോദിക്കട്ടെ, ക്ലാസ്സിൽ എങ്ങനെയായിരുന്നു മോഹൻലാൽ? വല്ല അറിവുണ്ടായിരുന്നു? ക്ലാസ്സിൽ മിക്കവാറും പുള്ളി ക്ലാസ്സിൽ കയറാറില്ല എന്നുള്ളതാണ്. വരുന്നത് ഒരു SD ബൈക്കിൽ. അതെ. കോളേജ് മുഴുവൻ വലിയ ബഹളം ഉണ്ടാക്കി വരുമായിരുന്നു. പിന്നെന്താണ് കൂടുതലായിട്ട് ഈ ലാലുമായിട്ട് ഉള്ള അടുപ്പം? എങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാകുമല്ലോ ക്യാമ്പസിനകത്തെന്ന് പറഞ്ഞാൽ? ക്യാമ്പസിനകത്തുനിന്ന് എനിക്ക് കൂടുതലായിട്ട് പുള്ളി അവിടെ ക്യാമ്പസ് ജീവിതം കഴിഞ്ഞ് പോയിട്ടും തിരുമ്പി വന്താൻ തമ്പി എന്ന് പറഞ്ഞ നാടകത്തിൽ അന്ന് അഭിനയിച്ച അതേ കഥാപാത്രം ശങ്കരപ്പിള്ളയുടെ അതെ കുട്ടുവം കുട്ടമ്പിള്ള എന്നുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ചു. ഇതൊക്കെയാണ് എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന്. പക്ഷെ അന്ന് ഒരിക്കലും കൂടെ പഠിച്ചിരുന്നവരോ അല്ലെങ്കിൽ മുരളിയെ പോലോ എന്നെ പോലുള്ള ജൂനിയർ ആയിട്ടുള്ളവരൊന്നും തന്നെ പ്രതീക്ഷിച്ചോ മോഹൻലാൽ ഇങ്ങനെ ഒരു നടനായി വരും, മലയാള സിനിമയിൽ കാണാൻ കഴിയും എന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല? ഇല്ല, ഒരിക്കലും ഇല്ല. അദ്ദേഹത്തിന്റെ അന്നത്തെ ഫേസും തരക്കേടില്ലാതെ അഭിനയിക്കും. അദ്ദേഹം ഇത്രത്തോളം വാനോളം ഉയരുമെന്ന് അന്ന് ആർക്കും അങ്ങനെ മലയാള സിനിമയിൽ അന്ന് ഈ സുന്ദരനും സുന്ദരികളുമാണ്. ആ ഒരു കാലത്ത് മോഹൻലാലിന്റെ ഫേസിനെ അങ്ങോട്ട് മലയാള സിനിമയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. പക്ഷെ എന്നാൽ തമിഴിലെ സൗന്ദര്യമില്ലാത്ത ഒരുപാട് പേര്. രജനീകാന്തിന്റെ എന്ന് പറയുന്നത് വേറൊന്നല്ലേ? അല്ല, അത് പറയുമ്പോൾ രജനീകാന്തിനും ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതേസമയം സകലകലാ വല്ലഭനായ കമലഹാസന് കിട്ടിയിട്ടില്ല. നമ്മുടെ മധുസാറിന് ഇത് കിട്ടേണ്ട കാലം കഴിഞ്ഞു. എനിക്ക് വേറെ ദാസേട്ടന് പണ്ടേ കിട്ടേണ്ടതാണ്. അതെ, എനിക്ക് വേറെ സംശയം, ഇത്രയും വലിയൊരു അംഗീകാരം കിട്ടിയ ആള് പഠിച്ചത് MG കോളേജിലാണ്, മഹാത്മാഗാന്ധി കോളേജ്. ആ കോളേജുകാരോ കോളേജിന്റെ ആരുടെ അണ്ടറിലാണ്? നമുക്കറിയാം NSSന്റെ അണ്ടറിലാണ്. അവർ ഒന്നും തിരിഞ്ഞു നോക്കുന്നുണ്ടോ? ഇല്ല. അത് പറയുമ്പോൾ എനിക്ക് മറ്റൊരു അനുഭവം പറയാനുണ്ട്. MG കോളേജിൽ എൻ്റെ ബാച്ച് 1977 പ്രീ ഡിഗ്രി 4th ഗ്രൂപ്പ്, 79-82 BCom ബാച്ച്. അപ്പോൾ എൻ്റെ ക്ലാസ്മേറ്റാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രശസ്ത സിനിമാ നിർമ്മാതാവ് ഡോക്ടർ AV അനൂപ്. ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച ആളാണ് നടൻ ജഗദീഷ് സാറ്. ലാലേട്ടനൊക്കെ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ ശേഷം 1982 ഫൈനൽ ഇയർ BCom പഠിക്കുമ്പോഴാണ് ജഗദീഷ് സാർ അവിടെ വരുന്നത് ഞങ്ങളെ പഠിപ്പിക്കാൻ. പിന്നെ ചോദിച്ചത് എന്തായിരുന്നു? NSSൻ്റെ. അപ്പോൾ അവിടെ ഇപ്പോൾ ഒരു കോമേഴ്സുകാർക്ക് മാത്രമായിട്ടൊരു പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുണ്ട്. പണ്ട് പഠിച്ചിരുന്ന കാലത്തെ പ്രീ ഡിഗ്രി 4th ഗ്രൂപ്പ് ഇപ്പോൾ പ്രീ ഡിഗ്രി കോളേജിലില്ല. BCom MCom അവർക്ക് മാത്രമായിട്ട് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. അത് നമ്മുടെ സിനിമാ നടൻ മണിക്കുട്ടൻ അവിടെയാണല്ലോ പഠിച്ചത്. മണിക്കുട്ടൻ്റെ ബാച്ചിലുള്ള പയ്യന്മാർ തുടങ്ങി വെച്ച ഒരു സംഘടന എന്നെ പ്രസിഡൻ്റാക്കി. ബാലൻസ് ഷീറ്റിൻ്റെ പ്രസിഡൻ്റാണ് ഞാനിപ്പോൾ. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ ഒരു തവണ MG കോളേജിൽ ഒത്തുകൂടി. രണ്ടാമത് വീണ്ടും കൂടാൻ ചെന്നപ്പോൾ കോളേജ് അവർ അനുവദിച്ചു തരുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ പുറത്ത് ഒരു ഹാളിൽ വെച്ചാണ് നടത്തിയത്. അപ്പോഴേക്കും ആദ്യം നടത്തിയ അത്രയും സ്റ്റുഡൻസിൻ്റെ പ്രാതിനിധ്യം കുറഞ്ഞു. അപ്പോൾ എല്ലാവരോടും ഒന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു, നിങ്ങൾ ഈ ഗെറ്റ് ടുഗദർ നടത്തണമെങ്കിൽ കോളേജിൽ നടത്തണം. ഞങ്ങൾക്ക് ആ പേരിൽ കോളേജിൽ വരാനും കോളേജ് ക്യാമ്പസ് കാണാനും പഴയ കാല ഓർമ്മകൾ അയവിറക്കാനും ഒക്കെയുള്ള ഒരു വലിയൊരു ഇതാണ് ഇത്. അത് അങ്ങനെ നടത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടെ നടത്താൻ വേണ്ടി കോളേജ് അന്നത്തെ പ്രിൻസിപ്പലിനെ ഞാൻ സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് പറ്റത്തില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ NSSൽ പോയി ജനറൽ സെക്രട്ടറി കണ്ട് സാങ്ഷൻ മേടിക്കണം. സുകുമാരൻ നായർ. അപ്പം ഞാൻ അദ്ദേഹത്തിനെ പോയി കണ്ടു.
ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്, ഞാൻ ഇന്നാരാണ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ശബരിമലയുടെ PR ആണ്, ഇപ്പോൾ MG കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന പ്രസിഡൻ്റാണ്. ഞങ്ങളുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം MG കോളേജ് ക്യാമ്പസിൽ വെച്ച് നടത്തണം എന്നുണ്ട്, അപ്പോൾ അങ്ങ് അതിന് അനുവാദം തരണം. അത് പറ്റത്തില്ല. ഞാൻ പറഞ്ഞു സാർ അതെന്താണ് അങ്ങനെ, ഒരു ന്യായമായ കാര്യമല്ലേ ചോദിച്ചത്. തൊട്ടപ്പുറത്ത് മാർവേനിസ് കോളേജ് ഉണ്ടല്ലോ, അവിടെ ഇതിനൊക്കെ അവർ പ്രചോദനവും പ്രോത്സാഹനവുമാണ് കൊടുക്കുന്നത്. പിന്നെ സാറെന്താ ഇങ്ങനെ പറയുന്നത്? അല്ല, അവിടെ എന്താണ് ചെയ്യുന്നത്? പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി ഒരു കെട്ടിടം തന്നെ കെട്ടിക്കൊടുക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ചെയ്യാം, ഇനി ചെയ്യാം. അല്ല, ഞങ്ങൾ കണ്ണൂർ മട്ടാഞ്ചേരിയിലെ ഏതോ ഒരു കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടന സംഗമത്തിനൊരു അനുവാദം കൊടുത്തു. അപ്പോൾ അവിടെ സംഗമിച്ചവരെല്ലാം കൂടെ ചേർന്ന് അവിടെ മദ്യം ഉപയോഗിക്കുകയും മദ്യക്കുപ്പികൾ വലിച്ചെറിയുകയും സിഗരറ്റ് വലിക്കുകയും അത് വലിച്ചെറിഞ്ഞ് അവിടുത്തെ റബ്ബർ മരങ്ങളോ കാടുകളോ എന്തോ കത്തി. അതുകൊണ്ട് അതിനി തരാൻ പറ്റത്തില്ല. MG കോളേജിൽ നിങ്ങൾക്ക് ഒരാൾക്ക് അനുവാദം തന്നാൽ ഒരുപാട് പേരിങ്ങനെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്ന് പറഞ്ഞിട്ട് വരും. അപ്പം ഒരാൾക്ക് കൊടുത്താൽ മറ്റൊരാൾക്ക് കൊടുക്കണം. നിങ്ങൾ അതിനകത്ത് കയറുമ്പോൾ കുറേ സാമൂഹ്യ വിരുദ്ധർ അതിൻ്റെ പേരിൽ അതിനുള്ളിലേക്ക് കയറി വരാൻ ചാൻസ് ഉണ്ട്. MG കോളേജ് അങ്ങനെ അന്യാധീനപ്പെട്ടു പോയതിനെ ഞങ്ങൾ ഇപ്പോഴാണ് ഒരുവിധം കൺട്രോളിലാക്കി പൊളിറ്റിക്സൊക്കെ മതിയാക്കി എടുത്തത്. അതുകൊണ്ട് അത് തരാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇനി തരികയാണെങ്കിൽ എന്തെങ്കിലും നമ്മൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടന എല്ലാം കൂടെ അല്ല, ഒടുവിൽ ഇതിനെ അനുവദിച്ചില്ല അല്ലേ? അനുവദിച്ചില്ല. നല്ല ചോദിച്ചത് ഈ പിന്നെ മോഹൻലാൽ എന്ത് സംഭാവന ചെയ്തിരിക്കുന്നു? അത് ചോദിച്ചു അദ്ദേഹം. ഞാനത് പറയാതിരുന്നതാണ്. മോഹൻലാൽ നിങ്ങളുടെ ക്ലാസ്സിലല്ലോ? ഞാൻ പറഞ്ഞല്ല, എൻ്റെ 2-3 കൊല്ലം സീനിയർ ആയിരുന്നു, ലാലേട്ടൻ സീനിയർ. അദ്ദേഹം ഈ കോളേജിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അദ്ദേഹം ചെയ്യണമെങ്കിൽ ആദ്യം ഇതിനൊരു അനുവാദം തരണം. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റുമെങ്കിൽ സംഘടിപ്പിച്ച് നമുക്ക് അതിന് സാമ്പത്തിക ഇത് നടത്തി സംഭരിച്ച് കോളേജിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റും. എന്തായാലും അത് പറ്റൂല. അവര് ചാക്കിലൊക്കെയാണ് കെട്ടി വാങ്ങിക്കുന്നത്, എന്നിട്ട് അത് ചെലവാക്കാൻ വയ്യ. മോഹൻലാലിന് എപ്പോഴെങ്കിലും തിരിച്ച് MG കോളേജിലേക്ക് ഒന്ന് വരണമെന്നെങ്ങാനും ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടോ? വല്ലതും അറിയാമോ? ഇല്ല, അങ്ങനെ ഒരു ആഗ്രഹം എന്നോട് ഞാൻ പലപ്പോഴും സംസാരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം എന്നോട് പറഞ്ഞിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം പണ്ട് ഈ പറഞ്ഞതുപോലെ ഈ കോളേജ് കാലത്ത് ഈ മോഹൻലാലിന്റെ രൂപം കണ്ട് തിരിഞ്ഞുപോയ പെൺകുട്ടികളൊക്കെ ഒരു പക്ഷേ ഇപ്പൊ എവിടെങ്കിലും ഇരുന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നല്ലേ? അല്ല, തീർച്ചയായിട്ടും അത് ഒരുപാട് പേരുടെ സ്വപ്നമാണ്. ഒരുപാട് സ്ത്രീ കണ്ട് ഒന്നിച്ചിരുന്ന് ഒരു ഫോട്ടോ എടുത്തില്ല, ഒരുമിച്ച് ഫോട്ടോ എടുക്കുക, അത് ഒരുപാട് പേര് പറയുന്ന ഒരു. ഇപ്പൊ എൻ്റെ ക്ലാസ്സിൽ തന്നെ പഠിച്ച പെൺകുട്ടികളൊക്കെ ഞാനിടയ്ക്ക് പിന്നെ മാഗസിൻ കൊടുക്കാൻ പോയപ്പോൾ അദ്ദേഹമായിട്ടൊന്ന് ഫോട്ടോ എടുത്തു. അതൊക്കെ കണ്ടിട്ട് പിന്നെ ഇതുപോലെ നമുക്കും എടുക്കാൻ പറ്റുമോ, ലാലേട്ടൻ വരുമ്പോൾ പറ്റുമോ? ഞാൻ പറഞ്ഞു അദ്ദേഹം കൂടുതൽ സമയം എറണാകുളത്താണ്, തിരുവനന്തപുരത്ത് വരുന്ന എന്തെങ്കിലും പ്രോഗ്രാം ഉള്ളപ്പോഴേ വരുള്ളൂ. ഇന്നിപ്പോൾ സംസ്ഥാന സർക്കാർ അദ്ദേഹത്തിനെ ആദരിക്കുന്നുണ്ട്. അതിന് അദ്ദേഹം ഇന്ന് ഉച്ചയ്ക്കാണ് ഇവിടെ എത്താൻ പോകുന്നത്. എത്തിയിട്ട് വൈകിട്ട് ഈ പരിപാടി കഴിഞ്ഞ് നേരെ ഷൂട്ടിന് പോകും. തിരക്കില്ലാത്ത ഒരു ദിവസം വന്നാൽ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഒരു അനുഭവം എന്ന് പറയുന്നത്, എൻ്റെ മോൻ പ്രൈം മിനിസ്റ്ററുടെ യുവ എഴുത്തുകാരനുള്ള അവാർഡ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ലാലേട്ടൻ ദൃശ്യത്തിൻ്റെ ഷൂട്ടിംഗ് ഇവിടെ വന്നപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞു, ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി വരാൻ പറഞ്ഞു. അപ്പോൾ അവിടെ നിൽക്കുന്ന ഇതുണ്ടല്ലോ ബൗൺസേഴ്സ് എന്ന് പറഞ്ഞുള്ള, അവർ അകത്തോട്ട് വിട്ടില്ല. അപ്പം ഞാൻ ലാലേട്ടനെ അവിടെ വന്ന് വിളിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ഇവരോട് മാറി നിന്നിട്ട് എന്നെ അകത്തേക്ക് വിളിച്ചു. എന്നിട്ട് ആ മാഗസീൻ മോൻ അവാർഡ് കിട്ടിയ കുഞ്ഞാലി മരക്കാർ ബുക്ക് കൊടുത്തു. അങ്ങനെ വലിയ സന്തോഷമായിരുന്നു. പക്ഷേ ഇത്രയും ഉന്നതിയിലെത്തിയിട്ടും ഇപ്പോഴും പുള്ളി അടുപ്പമുള്ളവരോട് അടുപ്പം കാണിക്കുന്നുണ്ട്. ആ ഒരു ജാടയും ഇല്ലാതെ നല്ല രീതിയിൽ. ഏതായാലും ഇത്ര അനുഭവം തന്നതിന് വളരെ നന്ദി ശ്രീ മുരളി. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.